ഇന്നൊരൽപ്പം മധുരമാവാം അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്കാണ്. ഇതിനാവശ്യമായിട്ടുള്ള പാല്, നെയ്യ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഇവയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡറായിട്ട് നമുക്ക് എടുക്കാം. നല്ല രീതിയിൽ പൊടിച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നന്നായി പൊടിച്ച് ഈ ഒരു പൊടിയിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ, അത് മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് ഇതൊരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യം ലൂസാക്കി തന്നെ നമുക്ക് എടുക്കണം. അതുകൊണ്ട് അല്പമായി പാൽ ചേർത്ത് നന്നായി ഇളക്കി ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലിയുടെ പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് തൂത്തു കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ഈ നെയ്യ് തേച്ച് പിടിപ്പിക്കണം. അതായത് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ നെയ്യ് നന്നായി തേച്ച് പിടിപ്പിക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ അല്പാൽപമായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു ബാറ്ററിന്റെ നടുക്കിലായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചോക്ലേറ്റ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ചാണ് ഞാൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് പീസാക്കി ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ബാക്കി ഉള്ള ബാറ്റർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് മൊത്തം കവർ ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തന്നെ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് സ്റ്റീം ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.